മനസ്സിലായിട്ടില്ല. മുസ്ലിമിന്റെ ഇമാം മുസ്ലിമിന്റെയോ ഇമാം നസായിയുടെയോ ഇമാം തുർമുദിയുടെയോ ഇമാം ഇബ്നു മാജയുടെയോ ഒന്നും തന്നെ ഇസ്ലാം ദീൻ അതോടുകൂടി പൊളിഞ്ഞുപോയി എന്ന് ലോകത്തൊരാൾക്കും തോന്നിയിട്ടില്ല. അവരൊന്നും സംരക്ഷിക്കാത്ത ഒരു ഇസ്ലാം സംരക്ഷിക്കാൻ വേണ്ടി പടച്ചോൻ ഈ കാലഘട്ടത്തിൽ എന്നെപ്പോലെയുള്ള ഒരാളെ തെരഞ്ഞെടുത്തു എന്നുള്ളൊരു അഹങ്കാരം നമുക്കാർക്കും തോന്നേണ്ടതുമില്ല. അങ്ങനെ തോന്നുമ്പോഴാണ് ഏതെങ്കിലും മറ്റു വിശ്വാസികളുമായി ജയിക്കുവാൻ അവരെല്ലാം സ്വീകരിച്ചൊരു ഹദീത്ത് തള്ളേണ്ട ഗതികേടിൽ നമ്മൾ എത്തുക. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ പ്രവാചകന്റെ മഹത്വമോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അജയ്യതയോ ഒരു തലത്തിലും തകരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇസ്ലാമിന്റെ അജയ്യതയെക്കുറിച്ച് അറിയാത്ത, ഇസ്ലാമിന്റെ അജയ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തിയിൽ ഇസ്ലാം സ്ഥാപിക്കുന്ന കേവലമായ ചില തൂണുകളിൽ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് തോന്നുന്നതാണ് ആരെങ്കിലും എന്തെങ്കിലും വിമർശിക്കുമ്പോഴേക്ക് ഇസ്ലാം തകരുന്നുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഹദീത്ത് ബുഖാരിയിലും മറ്റ് ഹദീത്ത് ഗ്രന്ഥങ്ങളിലുമെല്ലാം തലമുറകളായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ എഴുതപ്പെട്ട അനവധി വിമർശന ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ നിരവധി റസൂലുള്ളാഹിന്റെ കാലം മുതൽക്ക് ഇന്ന് വരെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങളിൽ ഒന്നും പ്രധാനപ്പെട്ട പ്രവാചക വിമർശനങ്ങളിൽ ഒന്നായി ഹദീത്ത് എടുത്തു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ആ ഹദീത്ത് കൊണ്ട് ഒന്നും സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും റസൂലുള്ളാഹിയിൽ നിന്നൊരു കാര്യം ഉണ്ടായാൽ അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല എന്ന് വന്നാൽ അത് തള്ളിക്കളയണമെന്നൊരു ടെൻഡൻസി പൊതുവെ നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഹദീത്തുകളെ തകർത്ത് കളഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെ റസൂലുള്ളാഹിയിൽ നിന്ന് അകറ്റാൻ കഴിയൂ എന്ന് കൃത്യമായി അറിയുന്നവരാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ. ആ ശത്രുക്കൾ ഉണ്ടാക്കിയ ഒരു തന്ത്രമാണ് സത്യത്തിൽ ഹദീസുകളുടെ നിഷേധം പല തലങ്ങളിൽ. അത് പ്രവാചകന്റെ കാലം കഴിഞ്ഞ ഉടനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ സിഹർ ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ ചെയ്താൽ എന്നുള്ളതാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, ആവേശത്ത് പറഞ്ഞതായിരിക്കും. ഒരിക്കലും മുസ്ലിമിനെ സിഹർ ചെയ്യാൻ പാടില്ല. ഒരു മുസ്ലിം സിഹർ ചെയ്യാൻ പാടില്ല. വൻ പാപങ്ങളിൽ ഒന്നാണ് സിഹർ. അങ്ങനെ ചെയ്യുന്നത് വൻ പാപമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വല്ലതും സംഭവിക്കുമോ? വല്ലതും സംഭവിക്കൂല എന്ന് പറയാൻ സുഹൃത്തിന്റെ അടുത്ത് എന്താ തെളിവുള്ളത്? സംഭവിക്കൂല എന്ന് നമ്മൾ യുക്തി ഉപയോഗിച്ചിട്ടാണല്ലോ പറയുന്നത്. യുക്തി ഉപയോഗിച്ച് പറയാൻ എന്ത് തെളിവാണുള്ളത്? എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങനെ ചോദിക്കുന്നത്, പുതിയ സയൻസുകൾ ഉണ്ടായി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ സയൻസുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ പിന്നെ മെസ്മറുടെ കാലഘട്ടത്തിന് മുമ്പ് അല്ലെങ്കിൽ മെസ്മറുടെ കാലവും കഴിഞ്ഞ് യഥാർത്ഥത്തിൽ പിൽക്കാലഘട്ടത്തിൽ ചില മനഃശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുവാൻ ആരംഭിച്ചതിന് ശേഷമാണ് ഹിപ്നോട്ടിസവും ഹിപ്നോസിസും ഒരു ശാസ്ത്രത്തിന്റെ പരിധിയിലേക്ക് വരുന്നു എന്ന് തോന്നലുണ്ടാക്കിയ ഒരു കാര്യമായി മാറിയത്. ഇപ്പോഴും ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ ഹിപ്നോട്ടിസവും ഹിപ്നോസിസുമെല്ലാം ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കുകയും രോഗങ്ങൾ മാറ്റാൻ വേണ്ടി എന്ന രൂപത്തിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിലും അതിൻ്റെ പിന്നിലുള്ള മെക്കാനിക്സ് എന്താണ് എന്ന്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന് ഇന്നുവരെയും വിശദീകരിക്കുവാൻ മനഃശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഹിപ്നോസിസ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള മെക്കാനിക്സ് എന്ന് 100% വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കാര്യം ഇല്ലാതാകുന്നില്ല എന്നതിനുള്ള ഏറ്റവും വലിയ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെയുള്ളൊരു തെളിവാണിത്. ഇതേപോലെ നമുക്കറിയാത്ത പലതും ഉണ്ടാകാൻ ദുനിയാവിൽ. അത് ഉണ്ട് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു മുസ്ലിമിന്റെ മുന്നിൽ ഉള്ള തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിഹർ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചതോടുകൂടി മുസ്ലിമിന്റെ 1-ാമത്തെ അധ്യായം കഴിഞ്ഞു. ഒരിക്കലും മുസ്ലിം സിഹർ ചെയ്യാൻ പാടില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്
ഇങ്ങനെ സംഭവിച്ചതായി പ്രവാചകൻ പറയുകയും ആ പറഞ്ഞത് കേട്ട സഹാബിമാരത് പഠിക്കുകയും സഹാബിമാർ താബികൾക്ക് പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പാകുമ്പോൾ അതോടുകൂടി പ്രവാചകൻ അടക്കം ഇത് സംഭവിക്കാം, ഇങ്ങനെ ഫലിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകും. അങ്ങനെ ഫലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഫലിച്ചു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗങ്ങൾ പറഞ്ഞു തന്നു. ഏത് സന്ദർഭത്തിലും മുസ്ലിം ചെയ്യേണ്ട പ്രാർത്ഥനകളും ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ മുസ്ലിം പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. അവിടെ നിൽക്കലാണ് പ്രവാചകനിൽ നിന്ന് മതം പഠിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്, ചെയ്യാവുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഹദീസുകൾ നിഷേധിക്കുവാൻ എളുപ്പമാണ്. പക്ഷേ നിഷേധിച്ചു കഴിഞ്ഞാൽ അതുവഴി ഇസ്ലാമിനെ തന്നെ നിഷേധിക്കലാകും എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം എന്ന് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്.